വണക്കം. യൂറോപ്പിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളിയുടെ വായിൽ തേനും പാലും ഒഴുകും. പക്ഷേ യൂറോപ്പിനെക്കുറിച്ച് പറയുമ്പോൾ മലയാളി നമ്മുടെ ഇന്ത്യയും യൂറോപ്പുമായിട്ട് ഒരു കമ്പാരിസൺ എപ്പോഴും നടത്താറുണ്ട്. എന്നിട്ട് യൂറോപ്പിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അവിടുത്തെ രാജ്യത്തെ ജനങ്ങളെ കണ്ട് പഠിക്കണം. അതായത് അവർക്ക് ഭയങ്കര സിവിക് സെൻസാണ്. സിവിക് സെൻസ് എന്ന് പറഞ്ഞാൽ അന്യായ സിവിക് സെൻസാണ് അവർക്കുള്ളത് എന്നുള്ളതാണ്. പിന്നെ യൂറോപ്പിലെ ജനങ്ങൾ സെക്സിൽ ഏർപ്പെടുന്ന രീതി, ഒരു സ്ത്രീകളോട് കൺസെൻറ്റ് ചോദിക്കുന്ന കാര്യത്തിൽ സായിപ്പന്മാർ ബെസ്റ്റാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു സ്ത്രീ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ തെലുങ്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്യുമല്ലോ, അതുപോലെയൊന്നും അവർ ചെയ്യാറില്ല എന്നൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ യൂറോപ്പിനെക്കുറിച്ച് പറയുമ്പോൾ തേനും പാലും ഒഴുകുന്ന ഇവിടെയുള്ള ചില ടീംസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ ഇകഴ്ത്താനായിട്ട് യൂറോപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവർ പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു രാജ്യമാണ് അറബി രാജ്യങ്ങൾ. അത് കാരുണ്യം ഇവയൊക്കെ കുറിച്ച് പറയാനാണ് അറബി രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അറബി രാജ്യത്തിലെ രാജാവ് നടന്നു വന്ന് രാവിലെ റോൾസ് റോയ്സ് എടുക്കാനായിട്ട് നോക്കിയപ്പോൾ ആ റോൾസ് റോയ്സിൻ്റെ വൈപ്പറിൽ ഒരു പ്രാവ് മുട്ടയിട്ടിരിക്കുന്നത് കണ്ടു. ആ പ്രാവിനെ കണ്ടപ്പോൾ അറബി രാജാവ് പറഞ്ഞു, ഈ റോൾസ് റോയ്സ് ആ പ്രാവിന് വിട്ടുകൊടുത്തേരെന്ന്. അല്ലെങ്കിൽ അറബി രാജാവ് ദശലക്ഷക്കണക്കിന് കോടി രൂപ മുടക്കി ഒരു കെട്ടിടം പണിയുകയാണ്. അങ്ങനെ കെട്ടിടം പണിത് വന്നപ്പോഴാണ് രണ്ട് കാക്കകൾ അവിടെ ഇരുന്ന് കൊക്കുരുമുന്നത് കണ്ടത്. അപ്പോൾ അറബി രാജാവ് പറഞ്ഞു, ഇനി പണിയണ്ട, ഒരു കാര്യം ചെയ്യട്ടെ, കാക്കകൾ ഇത് വീടാക്കി എടുത്തോട്ടെ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ യൂറോപ്പിൻ്റെ യഥാർത്ഥത്തിലുള്ള വശം അവിടെയുള്ള തെണ്ടിത്തിരിഞ്ഞ കുറേ ജനങ്ങളുണ്ട്. അതായത് അവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ജനങ്ങളുടെ അൾട്ടിമേറ്റ് പ്രോ മാക്സുകളെ നമുക്ക് യൂറോപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഈ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാരാണ് ലൈംഗിക ദാരിദ്ര്യം പിടിച്ച് കിടക്കുന്ന വേട്ടാവളിയന്മാരെന്നാണ് പ്രധാനമായിട്ടും പറയാറുള്ളത്. കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ നിന്നൊരു വാർത്ത വന്നു. യൂറോപ്പിലൊരു കൺസേർട്ട് നടക്കുകയാണ്. വർഷാവർഷങ്ങളിൽ നടക്കുന്ന ഒരു കൺസേർട്ടാണ്. ഈ കൺസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീത പരിപാടി, അതിനാണ് കൺസേർട്ട് എന്ന് പറയുന്നത്. ഈ കൺസേർട്ടിനിടയിൽ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ലോകത്തെ സമ്പൂർണ്ണമായിട്ട് ഞെട്ടിച്ചിരിക്കുന്നത്. എന്താണ് യൂറോപ്പിൽ കൺസേർട്ടിൻ്റെ ഇടയിൽ നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ പറഞ്ഞാൽ പറ്റില്ല. അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് ആ റിപ്പോർട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഫ്രാൻസ് സംഗീതോത്സവം ഫ്രാൻസിലാണ് നടക്കുന്നത്. ഫ്രാൻസ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് പറയണ്ടല്ലോ, ഫ്രാൻസിലാണ് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഉള്ളത്, സിവിക് സെൻസ് വരിഞ്ഞൊഴുകുന്ന ആൾക്കാർ ജീവിക്കുന്നത്. ഫ്രാൻസിൽ എല്ലാ വർഷവും നടക്കുന്ന വേൾഡ് മ്യൂസിക് ഫെറ്റെ ഡി ലാ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സംഗീത കൺസേർട്ട് ഇത് ഈ വർഷവും നടന്നു. ഈ വർഷം പക്ഷേ ഇത് ശ്രദ്ധാകേന്ദ്രമായത് ആഘോഷത്തിന് പകരം ആക്രമണങ്ങളിലൂടെയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആക്രമണമുണ്ട്, ലൈംഗിക കുറ്റകൃത്യങ്ങളുണ്ട്, അരാജകത്വമുണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കുംഭമേളയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ അതുവഴി കാവി എടുത്ത സന്യാസിമാരൊക്കെ നടന്നു പോകുമ്പം നമ്മുടെ നാട്ടിലെ ഇവിടെയുള്ള സുഡാപ്പികളും ഇവിടെയുള്ള മറ്റ് കമ്മി കൊങ്ങികളൊക്കെ പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവർക്കൊക്കെ തുണി ഉടുത്തുകൊണ്ട് പോക്കൂടെ എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പക്ഷേ യൂറോപ്പിൽ തുണി ഉടുത്തുകൊണ്ട് പോയാലും തുണി ഉടുക്കാതെ പോയാലും ഫ്രാൻസിലും പാരീസിലും ഒക്കെ സ്ത്രീകൾക്ക് രക്ഷയില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതങ്ങനെ മാത്രമല്ല, ഇപ്പം ഞാൻ തന്നെ ഉണ്ടല്ലോ, ഞാൻ യൂറോപ്പിലേക്ക് ഒരു യാത്ര ഒരു സമയത്ത് പ്ലാൻ ചെയ്തിരുന്നു. എനിക്ക് യൂറോപ്പിലേക്കൊന്ന് പോകണം എന്ന് തോന്നി. അങ്ങനെ ഞാനൊരു ഏജൻസിയെ സമീപിക്കുന്നു. ഈ ടൂറിനൊക്കെ നമ്മൾ ഏജൻസികളെയാണല്ലോ സമീപിക്കുന്നത്. അങ്ങനെ ടൂറിന് ഏജൻസികളെ സമീപിക്കുമ്പോൾ പല ഏജൻസികളും നമ്മളോട് പറയുന്ന, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, സാർ നമ്മുടെ ഏജൻസി സെലക്ട് ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഏജൻസി സെലക്ട് ചെയ്യൂ എന്ന് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള കാരണം? അത് സാറിപ്പോൾ രാത്രി പാരീസിലാണെങ്കിൽ നല്ല നിലാവുള്ള രാത്രി സാറിനൊന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നി, അല്ലെങ്കിൽ രാത്രി വേണ്ട പകലായാലും മതി, സാറിനൊന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നി, അല്ലെങ്കിൽ പുറത്തിറങ്ങുമല്ലോ സാർ. അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് സാറിനെ ആരെങ്കിലും ആക്രമിച്ചാൽ എന്ത് ചെയ്യും സാറ്? അപ്പം ഞാനൊന്ന് പകച്ചുപോയി. എന്ത് ചെയ്യാനാണ് നമ്മളിപ്പോൾ? അങ്ങനെ ആക്രമിച്ചപ്പോൾ സാറിൻ്റെ കയ്യിലിരിക്കുന്ന പണവും പാസ്പോർട്ടും മൊബൈൽ ഫോണും എല്ലാം അവർ പിടിച്ചെടുത്തുകൊണ്ട് ഓടിപ്പോയെന്ന് വെച്ചോ. അപ്പോൾ സാർ എന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, ഞാനവിടെ പോലീസിനെ സമീപിക്കും. പോലീസിനെ സമീപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സാർ, ഞങ്ങളുടെ ഏജൻസിയെ സമീപിച്ചു കഴിഞ്ഞാൽ സാറിന് ഇതും കൂടെ ചേർത്തുള്ള പ്രൊട്ടക്ഷൻ ഞങ്ങൾ ഉണ്ടാക്കി തരും എന്നാണ് അവൻ എന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. 2-3 ഏജൻസികളെ സമീപിച്ചപ്പോൾ അവൻ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. പ്രത്യേകിച്ച് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇങ്ങനെയാണ് അവസ്ഥയെന്ന് പറഞ്ഞു. ഇപ്പോൾ യൂറോപ്പിലെ ഈ ഫെറ്റെ ഡി ലാ മ്യൂസിക് എന്ന് പറയുന്ന ഈ ഒരു വേൾഡ് മ്യൂസിക് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ദേശീയ ഉത്സവം കൂടെയാണിത് എന്നുള്ളതാണ്. ബലാത്സംഗം, മർദ്ദനം, തെരുവുകളിലെ അക്രമാസക്തമായ ഏറ്റുമുട്ടൽ എന്നിവയാണ് അവിടെ പോലീസ് കണ്ടുകൊണ്ടിരുന്നത്. അതായത് കലാപവും അരാജകത്വമാണ് അവിടെ സമ്പൂർണ്ണമായിട്ട് നടന്നത് എന്നുള്ളതാണ്. ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഈ യൂറോപ്യൻ സായിപ്പന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ സംഗീതോത്സവം നടക്കുന്ന ഈ സംഗീത നിശയിലേക്ക് ഇവർ നുഴഞ്ഞു കയറിക്കഴിഞ്ഞ ശേഷം ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറിഞ്ചുണ്ടല്ലോ, സിറിഞ്ചിനകത്ത് മയക്കുമരുന്ന് നിറയ്ക്കും. മയക്കുമരുന്ന് നിറച്ചിട്ട് സ്ത്രീകളറിയാതെ സ്ത്രീകളുടെ ബട്ടക്സിലോ
അല്ലെങ്കിൽ സ്ത്രീകളുടെ നെഞ്ചിലോ സ്ത്രീകളുടെ സ്തനങ്ങളിലോ പോയി കുത്തിവെക്കും. അങ്ങനെ കുത്തിവെക്കുമ്പോൾ സ്ത്രീകൾ വിചാരിക്കും വല്ല എന്തെങ്കിലും കടിച്ചതായിരിക്കും എന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ സ്ത്രീ ബോധം കെട്ട് വീഴും. ഈ സ്ത്രീ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോയി ഇവരെ കൊള്ളയടിക്കുകയും ഇവരെ കൂട്ടബലാത്സംഗം ചെയ്യുകയാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ കൂടുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പാരീസ് ഉൾപ്പെടെ രാജ്യത്തെ പല നഗരങ്ങളിലെയും സ്ത്രീകൾ തിരക്കേറിയ സ്ഥലത്ത് സിറിഞ്ച് ഉപയോഗിച്ച് ആക്രമണം നേരിട്ടതായിട്ടുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം ഇരകളിൽ ചിലരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവും ഇതെന്താണ് പരിപാടി എന്ന്. ഉടനെ തന്നെ അവർ ആശുപത്രി കൊണ്ടുപോകും. ആശുപത്രിയിൽ പോകുമ്പോൾ ഇവരുടെ രക്തം പരിശോധിക്കും. ഇതിൽ മയക്കുമരുന്ന് കലർന്നിട്ടുണ്ടോ എന്നുള്ളതിനാണ് ഈ രക്തപരിശോധന അവർ നടത്തുന്നത്. അങ്ങനെ പാരീസിലെ ബൊളിവാർ ഡി ലാ മഡിലിൻ പ്രദേശത്ത് ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ആക്രമിച്ചതിനെ തുടർന്ന് ഒരു സ്ത്രീ ബോധരഹിതയായി വീണു. അടിയന്തരമായി അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഈ സിറിഞ്ചിൽ മയക്കുമരുന്നോ അപകടകരമായിട്ടുള്ള പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഉത്സവകാലത്ത് നിരവധി ലൈംഗിക അതിക്രമ കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. ബലാത്സംഗം, ലൈംഗിക പീഡനം എന്നിവ സംബന്ധിച്ച പരാതികൾ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ കേസുകളിലും അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അന്വേഷണം പൂർണ്ണതോതിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇരകളിൽ പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്ത്രീകളെ മാത്രമല്ല, ഈ ലൈംഗിക അരാജകത്വവാദികൾ കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കുട്ടികളെ അവർ അതിഭീകരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പരിപാടികളും നടന്നു. സത്യം പറഞ്ഞാൽ ഈ കുംഭമേള എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ നടന്നല്ലോ. ഈ കുംഭമേള എന്ന് പറഞ്ഞ ഈ പരിപാടിയൊക്കെ നടന്നപ്പോൾ അവിടെ അതിനകത്ത് ഈ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നു, സ്റ്റൗ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്ത്രീകളെ പിടിച്ചു കൂട്ടമായി ബലാത്സംഗം ചെയ്യുന്നു, കുട്ടികൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു എന്നിങ്ങനെയുള്ളൊരു വാർത്ത സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നമ്മളെ മാധ്യമങ്ങൾ അത് ഇന്നും ഞാൻ ഈ പറയുന്ന ഈ നിമിഷം പോലും അതിനെ ആഘോഷമാക്കിയേനെ. സുഡാപ്പികളാണെങ്കിൽ പിന്നെ പറയണ്ട, സുഡാപ്പികൾ അതിഭീകരമായിട്ട് അങ്ങ് ആഘോഷിച്ചേനെ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംഗീതോത്സവത്തിലെ ആക്രമണം ലൈംഗിക അതിക്രമണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. പാരീസിലെ പല പ്രദേശങ്ങളും സംഘർഷങ്ങളുടെയും വഴക്കുകളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. നഗരത്തിലെ തിരക്കേറിയ ഷാറ്റലൈറ്റ് പ്രദേശത്ത് തിക്കിലും തിരക്കിലും പെട്ട് ഇടുങ്ങിയ തെരുവുകളിൽ ഒരു വലിയ ജനക്കൂട്ടത്തിൽ പെട്ടെന്നുണ്ടായ ആക്രമണം ജനങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോരാട്ടം നടക്കുന്നതിനാൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴി പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു സ്ഥിതിയെന്ന് ബ്രിട്ടനിലുള്ള ഒരു വിനോദസഞ്ചാരി പറഞ്ഞു. പോലീസ് നടപടിയിൽ 243 പേരെയാണ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് അധികൃതരുടെ കണക്കനുസരിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി രാജ്യത്തുടനീളം ഏകദേശം 243 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നത് പാരീസിലാണ്. സുരക്ഷ ഉറപ്പാക്കാൻ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ, അഗ്നിശമന സേനാ സംഘങ്ങൾ, നിരീക്ഷണ ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ വിന്യസിച്ചു. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളെ സർക്കാർ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയിൽ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് പ്രതിപക്ഷവും സാമൂഹിക സംഘടനകളും ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമ്മുടെ നാടിനെ കുറ്റം പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലാ നാടുകളിലും അതിലും ഭീകരമായിട്ടുള്ള അരാജകവാദികളുണ്ട് എന്ന് പറയാനാണ് സത്യം പറഞ്ഞാൽ ഈ വാർത്ത ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു വിഷയമാണിത്. ഇത് ഒരു വാർത്തയേ അല്ലാത്ത നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. അത് ഒരു വാർത്തയേ അല്ല ഇവർക്ക് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ യൂറോപ്പിൽ നടക്കുന്ന, നമ്മുടെ നാട്ടിൽ 145 കോടി ജനങ്ങളുണ്ട്. പാരീസിലും യൂറോപ്പിലുമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അത്രയും പോലും, അതിൻ്റെ പകുതി പോലും ജനസംഖ്യ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലുള്ള സ്ഥലങ്ങളിൽ, സിവിക് സെൻസ് വഴിഞ്ഞ് തുളുമ്പുന്ന സ്ഥലങ്ങളിൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് എന്ന് അവർ പറയുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചില ആൾക്കാർ ഇത് അഭയാർത്ഥികളാണ് ഈ ആക്രമണം നടത്തിയത്, അഭയാർത്ഥികളെ ഇങ്ങനെയൊക്കെ നടത്തൂ എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുന്നുണ്ട്. ഇത് അഭയാർത്ഥികളല്ല നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവിടെയുള്ള ഗുണ്ടാ സംഘങ്ങളും അവിടെയുള്ള സിവിക് സെൻസ് വഴിഞ്ഞു തുളുമ്പുന്ന ഗുണ്ടകളുമാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ശരി.